നമ്മുടെ മനസ്സിലേ നമുക്ക് ഈ വീഡിയോ ഒക്കെ നമ്മൾ തന്നെയല്ലേ എടുക്കണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു പിടുത്തം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൊക്കെ പകർത്തുന്നത്. ഇത് കണ്ട കീഴാർനെല്ലിയൊക്കെ ഒരു 2 ദിവസത്തിന് മുമ്പ് അരിഞ്ഞ് വെച്ചതാണ്. ഇതിപ്പോൾ അരച്ചതാണ് കേട്ടോ. ഇത് കണ്ട നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം കേട്ടോ. നല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചില്ലെങ്കിൽ അത് കണ്ടോ ഇതിലുള്ള ആ അരിമണികളില്ലേ ആ നെല്ലിക്ക മണികൾ അപ്പോൾ അതൊക്കെ പോകും കണ്ട. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വാഴലയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ട ഇതൊക്കെ മുക്കുറ്റിയൊക്കെ അങ്ങനെ അതേപോലെ പൊതിഞ്ഞൊക്കെ വെക്കണതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ എല്ലാം അരിഞ്ഞെല്ലാം എടുക്കും. എല്ലാം ചെറുപൊതികളല്ല കേട്ടോ, നല്ലോണം ഉണ്ട് കേട്ടോ ഇത്. നല്ലോണം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. വെച്ച് എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയായി പോകും. നനവ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയായി പോകും. കണ്ട കുറ്റിയൊക്കെ കണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് കണ്ട വേരുൾപ്പെടെ സമൂലം അതിന് പറയുന്നതാണ്. വേരുൾപ്പെടെ തന്നെയാണ് ഈ പറയുന്നത് സമൂലം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ പൊതികളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് മുക്കുറ്റിയുടെ ഇതിൻ്റെയാണ് കീഴാർനെല്ലി എന്നാണ് എപ്പോഴും വായിൽ വരുള്ളൂ. നീലയമരിയുടെ ഒരു തൈ എനിക്ക് കിട്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വേലി സൈഡിലൊക്കെ ഒരു ചെടിയുണ്ട്. നമ്മൾ അതാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനൊരു കുഞ്ഞ് പിങ്ക് കളറിൽ പൂവുണ്ടാവും. പിന്നെ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ഒരു ചെറിയ റെഡ് കളറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ട ഇതൊക്കെയാണ് നീലയമരി. എല്ലാവരും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ കണ്ട ഇങ്ങനെ അപ്പോൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബുദ്ധി വരുന്നത് അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂകാംബിക കാച്ചിയെണ്ണയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഓക്കെ.